പള്ളിയിലുള്ളപ്പോ പെട്ടിക്ക് പേരടിക്കാനും അല്ലെങ്കിൽ മധുരം കൊടുക്കാനും മുസ്ലിയാരോട് മസാല ചോദിക്കാനും മന്ത്രിച്ചൂതാനൊക്കെ പെണ്ണുങ്ങൾ പോകും. അത് തടയരുതെന്നാണ്. അപ്പൊ ഞങ്ങൾ ഹദീസ് വേറെ പറഞ്ഞു കൊടുത്തു. ഒന്നുകൂടി പഠിച്ചിട്ട് ഖുറാഫി ലാ തംനഉ ഇമാ അല്ലാഹി അൻ യുസല്ലീന ഫിൽ മസ്ജിദി, പെണ്ണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുന്നത് തടയരുത് എന്നുണ്ട്. അങ്ങനെ ഹദീസ് ഉണ്ടല്ലേ. അപ്പം എന്താക്കിയ മുസ്ലിയാക്കന്മാര് അർത്ഥം ഒന്നും കൂടി മാറ്റി. ലാ തംനഉ എന്ന് പറഞ്ഞ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞ ഞാൻ തന്നെ തടഞ്ഞീണ് അതിന്റെ അർത്ഥം. നിങ്ങൾ തടയാൻ പോണ്ട, 1400 കൊല്ലം മുമ്പ് ഞാൻ തടഞ്ഞേണ്. സുബ്ഹാനല്ലാഹ്. ആ ഹദീസിന്റെ അർത്ഥം സഹാബത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിക്കാമി പള്ളിയിൽ പോവാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയല്ല, ഇളയ മെപ്പാന്റെ മറ്റേ ഭാര്യയാണ്. ഇളമങ്ങൾ പോണതിൽ ഉപ്പാ കുറച്ച് അതിർത്തി ഉണ്ട്. കാരണം അവർ സുന്ദരിയായ സ്ത്രീയാണ്. ഏതെങ്കിലും ഒരു പൂവാലൊരു തോണ്ടിയൊരു ചീത്തപ്പേരുണ്ടായ ഖിലാഫത്തിന്റെ ഇസ്ലാമിക ഖിലാഫത്തിന് തന്നെ ആക്ഷേപാവില്ലേ. ആണ് ഉമർ ഖത്താബിന് അതിർത്തി. പക്ഷെ പറയാൻ വയ്യ. കാരണം എന്താ അറിയോ, കെട്ടുമ്പോ തന്നെ മൂപ്പത്തിയർ ആദ്യം കരാറ് വാങ്ങും. എന്നെ അടിക്കരുത്, മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ പോകും, അത് തടയരുത്, എന്റെ മാനുഷികമായ അവകാശങ്ങൾ നിഷേധിക്കരുത്. ഇത് മൂന്നും അംഗീകരിച്ചാലേ മുപ്പത്തിയർ വാഴുള്ളൂ. കണ്ടോ, അങ്ങനെയാണ് ഭാര്യയായി സ്വീകരിച്ചത്. അപ്പം ഉണ്ടാവയ്യല്ലോ. നമ്മള് പോണത് പാക്കിത്തര ഇഷ്ടമല്ലാന്ന് തോന്നണല്ലോ. അപ്പൊ ഇബ്നു ഉമറിനോട് എളാമ പറയാണ്, എന്താ മോനെ ഉപ്പാക്ക് ഞങ്ങൾ തടഞ്ഞൂട്? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ്. ആ ഹദീസാണ് ഇപ്പാനെ തടയുന്നത്. അപ്പൊ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയത്? മന്ത്രിച്ചൂടാൻ മോനെ തടയരുതെന്നാണോ? ഞാൻ തന്നെ തടഞ്ഞ് നിങ്ങൾ തടയരുതെന്നാണോ? നിങ്ങൾ തടയേണ്ട ആവശ്യമില്ല എന്നാണോ? അല്ല. അപ്പൊ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. എന്നിട്ട് എന്താണ് നമ്മളെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ